ലക്ഷ്മി, നീ ഇറങ്ങുവാന്നേ? പോലെ ഏതാ ചോറ് എടുത്തു വെച്ചില്ലായിരുന്നോ? ഞാൻ പോട്ടെ. ചേട്ടനെ കാണുന്നില്ലല്ലോ. അമ്മേ, അച്ഛൻ എന്താ വരാത്തെ? അച്ഛൻ എനിക്ക് ബിസ്ക്കറ്റ് മേടിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ രമേശനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ, രമേശനാണോ? ഞങ്ങളുടെ അണ്ണൻ അങ്ങോട്ട് പണിക്ക് വന്നായിരുന്നോ? കണ്ടില്ലല്ലോ. ആ ശരി. എന്താ അമ്മേ? അവിടെ ചെന്നിട്ടില്ല പണിക്ക്. ശശിമാമനെ വിളിച്ചു. ഹലോ, ശശിയാണോ? ഞങ്ങളുടെ അണ്ണൻ വന്നായിരുന്നു അങ്ങോട്ട്. അവിടെയും വന്നില്ലയോ? എവിടെ പോയത്? എവിടെ പോയതാ ഇത്? വേദനയുണ്ടോ ചേട്ടാ? വേദന ഇല്ലാതിരിക്കുവോടോ പിന്നെ. ചേച്ചി, 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 ലക്ഷ്മി. അയ്യോ, ചേട്ടൻ എന്ത് പറ്റി? അയ്യോ, ചേട്ടൻ എന്ത് പറ്റി? ആ കസേര എങ്ങനെ നീക്കിട്ടെ. പുള്ളിക്കാരനെ വണ്ടി തട്ടിയിട്ടിട്ട് പോയി. അവന്മാര് നിർത്താതെ പോയി. ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരുന്ന വഴിയാ. ഞാൻ ഇനി എന്താ ചെയ്യും? എനിക്ക് വയ്യ. എനിക്ക് വിഷമിക്കാനായി. ഞാൻ ഇനി എന്താ ചെയ്യും? മോളെ, ചേച്ചി, 1 മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഡോക്ടർ. ഗുളികയും മരുന്നും ഒക്കെയാ. ഞാൻ ഉളിയ മരുന്ന്. ഞാൻ ഇനി എങ്ങനെ ഈ ലോൺ അടക്കി ഇസാബിന്റെ ഈ എസ്കേസിന്റെ ഒക്കെ? എനിക്ക് വയ്യ. ഞാൻ ഇനി നിങ്ങളെ കണ്ടിട്ടില്ലേ ഞാൻ കാശ് മേടിച്ചത്? ഞാൻ ഇനി എങ്ങനെ അടക്കും ഞാൻ ഈ പൈസ ഒക്കെ? ഞാൻ ഇനി എന്ത് ചേട്ടാ? ഞാൻ പോവാ ചേട്ടാ. ഈ സാധനത്തിന്റെ കൂടെ എങ്ങനെ ഇയാൾ പോറോ? ഈ സാധനത്തിന് എന്തിനാണ് കൊണ്ടുവന്നത്? ഇയാൾ പോറോ? ലക്ഷ്മി, ഈ വെള്ളം എടുക്കടി. വെള്ളമല്ല, ഇയാള് പോറോ? നീ എന്താ തന്നെ പോ. ഇയാള് മോളെ, അച്ഛൻ ഇച്ചിരി വെള്ളം മോളെങ്കിലും എടുത്തോണ്ട് പോവാ. എനിക്ക് ബിസ്ക്കറ്റ് പോലും വാങ്ങിച്ചതില്ലല്ലോ അച്ഛൻ. ദൈവമേ, ഇനി വല്ല കാശിക്കും കാണുമ്പോ എവളെയൊക്കെ ഇത്ര നാള് നോക്കിയത് വെറുതെ. ദൈവമേ.